വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആഴമേറിയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കാൻ, ആത്മാവിൽ പുതുക്കപ്പെടാൻ, ചൈതന്യപ്പെടാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കൂട്ടായ്മയിൽ കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. ദാറ്റ്സ് ഓൾ. അത്രയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ആ വാക്യത്തിന്റെ പൂർണ്ണത പോലും ആയിട്ടില്ല. ഒന്നാമത്തെ വാക്യത്തിന്റെ പൂർണ്ണത ആയി കേട്ടോ. ആ 1-ാമത്തെ വാക്യം മാത്രം നമ്മൾ ഇന്ന് എടുക്കുന്നത്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച. സ്ഥലം ശ്രദ്ധിക്കണം. പൗലോസ് പറഞ്ഞ സ്ഥലം ശ്രദ്ധിക്കണം. യേശുവിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ സ്ഥലം ശ്രദ്ധിക്കണം. എവിടുന്നാ? അത് കല്ലറയിൽ നിന്നാ. കറക്റ്റ്. എന്താ ചെയ്തേ? മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിച്ചു. പക്ഷെ അതിനകത്ത് പൗലോസ് എഴുതി വെച്ചേക്കുന്ന ഒരു വാക്യം എന്നെ തൊടുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന്. മരിച്ചവരുടെ ഇടയിൽ നിന്ന്. മരിച്ചവരുടെ ഇടയിൽ നിന്ന്. യേശുവിന്റെ മേൽ അടിച്ച കാറ്റ് ഉയർപ്പിന്റെ കാറ്റ. കല്ലറയിലേക്ക് ഇറങ്ങിയ ശക്തി പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. അപ്പുറക്കെ മരിച്ച ആൾക്കാർ അടക്കം ചെയ്ത് കിടപ്പുണ്ട് കല്ലറയ്ക്കകത്ത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, അപ്പോസ്തലന്മാരോട് കൂടെ കൂട്ടാളികൾ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഭൂമി കുലുക്കമുണ്ടായി. ഭൂകമ്പത്തോടെ ദൈവശക്തി അവിടെ വെളിപ്പെട്ടു. ഭൂമി അവിടെ കുലുങ്ങിയപ്പോൾ 4 പേർ അറിഞ്ഞിട്ടും ഉണ്ടായിരിക്കും. ഭൂമി കുലുങ്ങിയെന്നാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ ശക്തി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്താണ്. ഇവിടെ കർത്താവ് സന്ദർശനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പുത്രനായവന്റെ കല്ലറയിലേക്കാണ്. ഇവിടെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിക്കാണ്. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. ആ വ്യക്തി ഞാനാകട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നത് സംഭവിച്ചിരിക്കും. ആമേൻ പറയും. ഹല്ലേലൂയ. പറഞ്ഞു നോക്കിയേ, ഗലാത്യർക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ ആസിയയിൽ ഒരു പ്രവിശ്യയായ ഗലാത്യയിലുള്ള എല്ലാ സഭകൾക്കുമായി, എല്ലാ സഭകളോടുമുള്ള ഒരു സംബോധനയായിട്ടാണ് പൗലോസ് ഈ ലേഖനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, സഹോദരന്മാർക്കും ഗലാത്യ സഭകൾക്കും എഴുതുന്നു എന്നാ പറയുന്നത്. ആസിയയിൽ ഒരു പ്രവിശ്യയായ ഗലാത്യയിൽ ഒത്തിരി സഭകൾ ഉണ്ടായിരുന്നു. ആ എല്ലാ സഭകളെയും സംബോധന ചെയ്തുകൊണ്ടുള്ള ഈ ലേഖനം എത്ര സഭകൾക്കാണ് എഴുതുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അറിയാൻ നിവൃത്തിയില്ല. എന്നാൽ ഗലാത്യ എന്ന് പറയുന്ന ഒരു സഭയില്ല. ഗലാത്യയിൽ ഒത്തിരി സഭകൾ ഉണ്ടായിരുന്നു. ആ സഭകൾക്ക് എല്ലാവർക്കുമായി ഉള്ള ഒരു സർക്കുലറാണ് ഈ ലേഖനം, ഈ സംബോധന. ഈ ലേഖനം എഴുതാൻ അഭിഷിക്തനെ പ്രേരിപ്പിച്ചത് 20ഓളം ഘടകങ്ങളാണ്. അത് ഈ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. 20 കാര്യം, അതിലൊന്നുപോലും നല്ലതില്ല. ഈ ലേഖനം, ഞാനിങ്ങനെ പറയുന്നു, ഈ സംബോധന ഈ നിലവാരത്തിൽ അവർക്ക് കൊടുക്കാനുള്ള യോഗ്യത പോലും അവർക്കുണ്ടോ എന്ന് നമ്മൾ ഈ ലേഖനം ഒന്ന് ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മനുഷ്യരിൽ നിന്നല്ല,
മനുഷ്യനാലും അല്ല. ഈ എഴുതി വച്ചേക്കുന്ന വാക്ക് അക്ഷരീകമായി അവിടെ സംഭവിച്ചാൽ മാത്രമാണ് ഈ ലേഖനത്തിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ഒരു വേർഡ് പുറപ്പെട്ടാൽ, ഒരു വചനം പുറപ്പെട്ടാൽ, ഇന്ന് ഞാൻ എടുത്ത ഈ ഗലേഷ്യൻസ് 1:1 എടുത്താൽ, ഈ വേർഡ് ഈ വേർഡ് ഇവിടുന്ന് പുറപ്പെട്ടു. ഇത് ഇന്ന് കൂടി വന്നിരിക്കുന്ന സകല ജനങ്ങളെയും, ഈ സൂമിലും യൂട്യൂബിലുമായി കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളിലേക്കും, ഇത് ഇന്ന വ്യക്തി എന്നില്ല, ഇത് ഇന്ന ആളെന്നില്ല, സകല വ്യക്തികളിലേക്കും ഈ ലേഖനം പുറപ്പെട്ട് ചെല്ലുമ്പോൾ, ഈ ലേഖനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഈ വചനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ വിശദീകരണങ്ങൾക്കല്ല, ഒരു മനുഷ്യനിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിൽ നിന്നല്ല, പിന്നെയോ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യ സ്പർശനവുമില്ലാതെ, ഒരു മനുഷ്യരുടെ കൂട്ടായ്മയും ഇല്ലാതെ തന്റെ പുത്രനാകുന്ന യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിന്റെ ശക്തിയുടെ പ്രവർത്തനം ഇടങ്ങളിലുണ്ടാകണം. ഇന്ന് ഞാൻ ആത്മാവിൽ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുമ്പോൾ, സുഹൃത്തെ, ഈ വചനം പലരുടെ ഇടയിൽ കൂടെയാണ് നിങ്ങളുടെ അടുത്തെത്തുന്നത്. ഇങ്ങനെ കൂടെ ഞാൻ പറയാം, സ്വർഗത്തിൽ നിന്നും പുറപ്പെട്ട പുനരുത്ഥാനത്തിന്റെ ശക്തി ഒത്തിരി ലെയറുകൾക്കിടയിൽ കൂടെയാണ് ഭൂമിയിലേക്ക് പതിച്ചത്. ഒത്തിരി കല്ലറകൾക്കിടയിലൂടെയാണ് ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയാകുന്ന യേശുവിന്റെ കല്ലറയിലേക്ക് വന്നത്. ഒത്തിരി എതിർപ്പുകൾ നിലനിൽക്കുന്ന പട്ടണങ്ങളെ താണ്ടിയാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി പുത്രന്റെ കല്ലറയിലേക്ക് വന്നത്. ഒത്തിരി യേശുവിനെ വെറുക്കുന്നവരുടെ ഇടയിലൂടെയാണ് ഈ ദൈവശക്തി പുത്രന്റെ കല്ലറ സന്ദർശിച്ചത്. ഒത്തിരി എതിരാളികളുടെ നടുവിലാണ് ഈ കല്ലറയിലേക്ക് ഈ കല്ലറയിലേക്ക് പുത്രനെ ഉയർപ്പിക്കേണ്ട ശക്തി വെളിപ്പെട്ടത്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ ആലോചന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഒരു ദൈവിക ഇടപെടൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലൂടെയും, ഒത്തിരി വേദനകൾക്കിടയിലൂടെയും, ഒത്തിരി സംഘർഷങ്ങൾക്കിടയിൽ കൂടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തുന്നു എന്നുണ്ടെങ്കിൽ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ലാത്ത ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്ന് നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് വീണ്ടും 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 ആത്മാവ് അടിവരയിട്ട് നിന്നെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ആമേൻ. യേശു പറഞ്ഞു, ഞാന് മരിച്ചാലും അടക്കപ്പെട്ടാലും ഞാൻ 3-ാം നാൾ എഴുന്നേക്കും. അയ്യോ, ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഞാൻ മരിക്കും, മനുഷ്യപുത്രന്മാരുടെ കയ്യിൽ തന്നെ, മനുഷ്യപുത്രനെ മനുഷ്യന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച് ഞാൻ മരിക്കും, അടക്കപ്പെടും, പക്ഷേ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും. എന്തൊരു വിശ്വാസം ഇതല്ലേ, എന്തൊരു വിശ്വാസം ഇത് സുഹൃത്തെ. മനുഷ്യരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുമുണ്ട്. വാക്കുകൾ കൊണ്ട് മരിച്ചുപോയ സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട്, എൻ്റെ ജീവിതത്തിലുമുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഉയർത്തെഴുന്നേക്കുമെന്ന്. നമ്മൾ അവിടെയും നിരാശയും വേദനയും ഒക്കെ നോക്കാം, നമ്മളൊരു മനുഷ്യരല്ലേ, അങ്ങനെ ആയിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ പുത്രൻ പറഞ്ഞ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ആ ദുഃഖത്തിൽ നിന്ന് വീണ്ടും എപ്പോഴൊക്കെയോ ഒരു സന്തോഷത്തിലോട്ടുള്ള ഒരു റിസറക്ഷൻ, ആ നിരാശയിൽ നിന്ന് എപ്പോഴൊക്കെയോ വീണ്ടും പ്രതീക്ഷയിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ആ പ്രാർത്ഥിച്ച് മടുത്തുപോയ അവസ്ഥയിൽ നിന്ന് എപ്പോഴോ യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് വീണ്ടും പ്രാർത്ഥനയിലേക്ക് കയറി വന്ന ഒരു റിസറക്ഷൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. സുഹൃത്തെ, നീ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ അറിയാതെയോ, എന്തു പുത്രന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് നടന്നോ അത് നമ്മൾ അറിയാതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ആ വിശ്വാസത്തിന്റെ ആത്മാവാ. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടല്ല, ഇനി പ്രാർത്ഥിക്കുകയല്ലെന്ന് ഞാൻ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ഒരു തീരുമാനമെടുത്ത സ്ഥാനത്തും എപ്പോഴോ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആ പുത്രന്റെ ആത്മാവാണ്. ഞാൻ ഈ അവസ്ഥയിൽ നിന്നൊന്നും എനിക്ക് ഈ മാസത്തിലും ഈ വർഷത്തിലും പുറത്തു വരാൻ കഴിയില്ല എന്ന് ഞാൻ മാനസികമായി തന്നെ ചില തയ്യാറെടുപ്പുകൾ, ചില വിധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നപ്പോ ഏതോ ഒരു സന്ദർഭത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കിയത് ആ പുത്രന്റെ ആത്മാവാണ്.
മനുഷ്യരിൽ നിന്നല്ല, ഒരു മനുഷ്യന്റെ വാക്കിനാലും അല്ല, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാലും അല്ല, ആ പുത്രന്റെ ആത്മാവിനാൽ, ആ പുത്രന്റെ ശക്തിയാൽ, പുത്രനെ സന്ദർശിച്ച ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നടന്നു. ഇവിടെയും പൗലോസ് ആഗ്രഹിക്കുന്നത് പൗലോസിനാൽ ഒരു രൂപാന്തരം ഗലേഷ്യൻ സഭയ്ക്ക് വരുത്താനല്ല, മനുഷ്യരെ കൊണ്ടൊന്നും നടക്കാത്ത കേസും ഒരു മനുഷ്യനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത കേസും ഇന്ന് പൗലോസ് ഏൽപ്പിക്കുന്നത് സാക്ഷാലാകുന്നവന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അഭിസംബോധന അങ്ങനെ തന്നെ ചെയ്തത്. അതുകൊണ്ടാ ഞാൻ ആത്മാവിൽ നിങ്ങളോട് ചോദിക്കുക, മനുഷ്യനെ ഏൽപ്പിച്ച കാര്യം നടക്കൂ? മനുഷ്യരിൽ വിശ്വസിച്ച കാര്യം നടക്കൂ? മനുഷ്യർ വിചാരിച്ച കാര്യം നടക്കുമോ? ഇല്ല എന്ന് നിരാശയോടെ മറുപടി പറയേണ്ട, സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. കാരണം പൗലോസ് ഏൽപ്പിച്ചേക്കുന്ന ഈ സഭ ഇന്ന് ദൈവകരങ്ങളിൽ ഇരിക്കുക. പൗലോസ് ഇവർക്ക് അഭിസംബോധന ചെയ്യുമ്പോൾ പൗലോസ് ഇത് ആരെ പ്രതിയാണ് എഴുതുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. ഇന്ന് ഈ കൂട്ടായ്മയിൽ കൂടിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലല്ല, ഇത് ഈ കൂട്ടായ്മയിൽ കൂടി വന്നിരിക്കുന്നത് അവന്റെ നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ്. എന്താണെന്നറിയാമോ? ഈ ഗാലറിയും ഈ വിർച്വൽ മീറ്റിങ്ങും ഈ ഓൺലൈൻ മീറ്റിംഗ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ബലപ്പെടുത്തൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അവനാൽ സംഭവിക്കുന്നതാണ്. ഈ നാളുകളിലൊക്കെയായി നടന്നുകൊണ്ടിരുന്ന ഹീലിങ്സ് നടന്നത് മുഴുവനും അവനാൽ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ഇഷ്ടത്തിലല്ല ഞാൻ എഴുതുന്നേ, ഇത് എൻ്റെ മനസ്സിലും അല്ല ഞാൻ എഴുതുന്നേ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല, യേശു ക്രിസ്തുവിനാൽ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവിനാൽ. സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് ഞാൻ ധൈര്യത്തോടെ പറയുന്നതിന്റെ കാരണം മനുഷ്യനെ കൊണ്ട് നടക്കുമെന്നല്ല, മനുഷ്യന്റെ വാക്കുകൊണ്ട് നടക്കുമെന്നുമല്ല, എന്നിലൂടെ സംസാരിക്കുന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുത്രനെ ഉയർപ്പിച്ച ആ ആത്മാവിനാൽ നടക്കുമെന്ന 20ഓളം കാര്യങ്ങൾ അടിവരയിട്ട് ഈ ഗലാത്യർ സഭ, ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നുണ്ട്. അതിലേറ്റവും വലിയ ഒരു തെറ്റാണ് ഗലാത്യർ 3:3 പറയുന്നത്, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കുക. ഗലാത്യർ 3:3 ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കുന്ന അവസ്ഥ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ചിരിച്ചോണ്ട് ആരംഭിച്ചിട്ട് കരഞ്ഞോണ്ട് അവസാനിപ്പിക്കും പോലെ, ആർപ്പോടെ തുടങ്ങിയിട്ട് കണ്ണുനീരോടെ ഇറങ്ങുന്ന പോലെ, ജഡത്തിൽ, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കുന്ന അവസ്ഥ. ഒരു ദിവസം ആരംഭിക്കുന്നത് കർത്താവേ സ്തോത്രം പറഞ്ഞ, പക്ഷെ ഒരു ദിവസം അവസാനിക്കുന്നത് ജഡത്തിലാണ്. ഗ്ലോറി ടു ഗാഡ്. ഈ അവസ്ഥയിൽ നിന്ന് ദൈവസഭ പുറത്തു വരേണ്ടത് അവരുടെ ആത്മീയവും മാനസികവും ഭൗതികവുമാകുന്ന എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങൾക്കും അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതം അർത്ഥം ഉണ്ടായി തുടങ്ങിയത് ആത്മാവിൽ നിങ്ങൾ ജീവിതം ആരംഭിച്ചു തുടങ്ങിയപ്പോഴാണ്. പക്ഷേ അർത്ഥശൂന്യമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ജഡത്തിൻ്റെ ഒരു പ്രവൃത്തിയും ചിന്തയും തീരുമാനങ്ങളും ഉണ്ട്. 100% എനിക്ക് പറയാൻ പറ്റും. അത് 100% എനിക്ക് പറയാൻ പറ്റും. കാരണം ഒത്തിരിയും കാര്യങ്ങൾ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റും. യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാരെ സാത്താന് ട്രാപ്പ് ചെയ്യാൻ പറ്റി. അവരെങ്ങനെ ആരംഭിച്ചേ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചേ. എന്നാ യേശുവിനെ കണ്ടെത്തിയപ്പോൾ നമ്മുടെ ഒന്നും ജീവിതത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന നാൾ മുതൽ നമ്മൾ ആരും ആത്മാവിലായിട്ടൊന്നുമില്ല. ഇനിയോ അഭിഷേകം പ്രാപിച്ചപ്പോഴും നമ്മളാരും ആത്മാവിലായിട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴായേ ദൈവത്തിന്റെ വചനം എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി അന്നു മുതൽ ആത്മാവിലായി എന്ന് പറയാനേ പറ്റൂ. കാരണം ജനനം ആരംഭിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം, ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങിയതിനു ശേഷം ഒന്നും അല്ല. അതിനുശേഷം എത്രയോ പേര് തെറ്റി നടക്കുന്നു. ഞാൻ വില കൊടുക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ നടത്തിപ്പ് വരുന്നത് കർത്താവിന്റെ വചനത്താൽ അവൻ വശീകരിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുമ്പോഴാണ്. യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ ഞാനിങ്ങനെ പറയാം, ശിഷ്യന്മാർ ആത്മാവിൽ ആരംഭിച്ചു. കാരണം കർത്താവ് അവരെ ജനിപ്പിച്ചത് തന്നെ വചനത്താലാണ്, അല്ലാതെ അത്ഭുതം കാണിച്ചും അടയാളം കാണിച്ചും ഒന്നുമല്ല. അവരെ ജനിപ്പിച്ച വചനത്താലാണ്.
വചനത്താൽ അവരെ കർത്താവ് ജനിപ്പിച്ച്. പക്ഷെ പത്രോസ് വന്ന എങ്ങനെയാണെന്നറിയാവോ? പടക് നിറഞ്ഞത് കണ്ടിട്ടാണ് വന്നത്. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വന്നാൽ, എന്തെങ്കിലുമൊക്കെ കാണുന്നത് കൊണ്ട് വന്നാൽ, കാണാനുള്ളത് കണ്ടില്ല എന്ന് പറഞ്ഞ് വിട്ടേച്ചും പോകും. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വന്നാൽ, കാണാൻ പിന്നെ ആഗ്രഹം തോന്നുന്ന സാധനം കണ്ടില്ല, നടക്കാൻ പിന്നെ ആഗ്രഹം തോന്നുന്ന സാധനം നടന്നില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകും. പക്ഷേ ഈ പറയുന്ന ശിഷ്യന്മാരിൽ ചിലരെ, യൂദ, പത്രോസ് തന്നെ തുടങ്ങിയ ചിലരെ സാത്താൻ വശീകരിച്ചു. സാത്താൻ വശീകരിച്ചു. എന്താ യേശുവിനെ മാത്രം വശീകരിക്കാൻ പറ്റാതെ? എന്റെ ചോദ്യം ഇതാ. യേശുവിന്റെ ശിഷ്യന്മാരാ, യേശുവിന്റെ കൂടെ ഇരിക്കുന്നവരാ, യേശു കഴിക്കുന്ന ഫുഡ് കഴിച്ച്, യേശു കുടിക്കുന്ന വെള്ളം കുടിച്ച്, യേശുവിന്റെ അണ്ടറിൽ നിൽക്കുന്ന, യേശു ക്രിസ്തുവിനാൽ ഓർഡിനേഷൻ ലഭിച്ച കർത്താവിന്റെ ശിഷ്യന്മാരാ. എന്റെ ചോദ്യം, ഏകദേശം അവരുടെയൊക്കെ ഏജ് തന്നെയുള്ള ശിഷ്യന്മാരെ സാത്താൻ കബളിപ്പിച്ചു. അതിൽ യൂദായെ പണം കൊണ്ട് വഞ്ചിച്ചു, പത്രോസിനെ ഒറ്റ കൊടുക്കത്തക്ക രീതിയിലാക്കി, പേടി കൊണ്ട് ഉള്ളിലിട്ട് പുള്ളിയെ തള്ളിയിട്ടു. ഇങ്ങനെയൊക്കെ പല നിലകളിൽ വശീകരിച്ചു. എന്തുകൊണ്ട് യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട്? എന്നെ നിങ്ങളെയും പോലെ ഒരു മനുഷ്യനാണ്, ചെറുപ്പക്കാരനാണ്. എന്തുകൊണ്ട് യേശുവിനെ തൊടാൻ പറ്റിയില്ല? മക്കളെ, ഇതിന്റെ പിന്നിൽ വേറെ ഒരു മറുപടിയില്ല. യേശു ആത്മാവിൽ ആരംഭിച്ചു, യേശു ആത്മാവിൽ അവസാനിപ്പിച്ചു. യേശു ആത്മാവിൽ തുടങ്ങി, യേശു ആത്മാവിൽ നിർത്തി. യേശു ആത്മാവിൽ എഴുന്നേറ്റു, യേശു ആത്മാവിൽ ഉറങ്ങാൻ പോയി. ഗലാത്യർ 3:3 ഇവർക്ക് പറ്റിയ ബാക്കി 19 തെറ്റിന്റെയും കാരണം, 20 തെറ്റുകൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവർക്ക് പറ്റിയ ബാക്കി 19 തെറ്റിന്റെയും കാരണം ഗലാത്യർ 3:3 അവർ ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു വ്യക്തിയാണ് നാം എന്ന് സാത്താന് തോന്നിയാൽ, സാത്താൻ നിശ്ചയമായിട്ടും നമ്മളെ ട്രാപ്പ് ചെയ്തിരിക്കും. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും സാത്താന് നിന്റെ ജീവിതത്തിൽ കയറാൻ കഴിയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് സാത്താൻ കണ്ടുപോയാൽ അവൻ നിശ്ചയമായിട്ടും നമ്മെ വീഴ്ത്തിയിരിക്കും. 5 മണിക്ക് ഉറക്കം എഴുന്നേക്കുന്ന പത്രോസിനെ 5:30 മണിക്കല്ല വീഴ്ത്തിയത്, 6 മണിക്കല്ല വീഴ്ത്തിയത്, 24 മണിക്കൂറിനകത്ത് എപ്പോഴോ യേശുവിനെ തള്ളി പറയത്തക്ക നിലകളിൽ പത്രോസിന്റെ ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ സാത്താൻ രൂപപ്പെടുത്തിയെടുത്തിരുന്നു. അതിനു മുന്നേ യേശു പ്രവചിക്കുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, പത്രോസേ നിന്നെ പാറ്റിക്കളവാൻ സാത്താൻ 3 വട്ടം എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എൻ്റെ ജീവിതം ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ അവസാനിക്കുന്ന ഒരു ജീവിതമായിരിക്കും. എൻ്റെ ജീവിതം ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കും. അങ്ങനെ ഒരു അന്തരീക്ഷം യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇന്ന് അങ്ങനെ ഒരു അന്തരീക്ഷം യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയാലും ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ കണ്ണുനീർ പൊഴിക്കുന്ന ഒരവസ്ഥയിലല്ല ഞാൻ കരയുമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തട്ടി ഞാൻ കരയും. എന്റെ വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് ഏങ്ങി കരയുന്ന ലെവലല്ല. ആത്മാവിൽ ഞാൻ ആരംഭിച്ച് ജഡത്തിൽ നിർത്തുന്ന അവസ്ഥയല്ല. ആത്മാവിൽ ഞാൻ ആരംഭിച്ച് ഡീപ്പായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ തിരിച്ചറിഞ്ഞ് ഞാൻ നിർത്തുന്ന ഒരു അനുഭവം. ആ നിലവാരങ്ങളിൽ, ആ ഒരു ആത്മീയ നിലവാരങ്ങളിൽ എത്തട്ടെ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല. ഒരിക്കൽ പത്രോസിനോട് യേശു പ്രാർത്ഥിക്കാൻ കയറിപ്പോയപ്പോൾ പറഞ്ഞു, 1 മണിക്കൂർ നേരം ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ നേരം ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പത്രോസ് പ്രാർത്ഥിച്ചില്ലെന്നൊന്നും പറയത്തില്ല. പക്ഷെ യേശു വന്നപ്പോൾ ആൾ ഉറങ്ങിക്കിടക്കുക. ഞാൻ നോക്കിയപ്പോ പത്രോസ് പ്രാർത്ഥിച്ചു കാണും. പക്ഷെ പത്രോസ് പ്രാർത്ഥിച്ച അത്രയും കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ലെവലേ പുള്ളിക്കുള്ളൂ. ശിഷ്യന്മാരെല്ലാരും കൂടെ കൂടിക്കിടന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങുക. അവര് പ്രാർത്ഥിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
യേശു പ്രാർത്ഥിച്ച പോലെ അവർ പ്രാർത്ഥിച്ചില്ല എന്ന് പറയും. അവരുടെ പ്രാർത്ഥന യാന്ത്രികമായ പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ടല്ലേ 1 മണിക്കൂർ ഉറക്കത്തെ മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ, ഉറക്കത്തെ മാറ്റി നിർത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിയാതെ പോയത് യാന്ത്രികമായ പ്രാർത്ഥന ആയതുകൊണ്ട്. നമുക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. യാന്ത്രികമായ പ്രാർത്ഥന, യാന്ത്രികമായ പ്രാർത്ഥന അവിടുന്ന് അങ്ങോട്ട് ഓണാക്കി കൊടുത്താൽ അത് പിന്നെ പോണ പോലെ അങ്ങോട്ട് പോണ ഒരു രീതി, ആ യാന്ത്രികമായ പ്രാർത്ഥന. 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ശിഷ്യന്മാർ ഇരിക്കുമ്പോഴാണ് പൗലോസ് എപ്പോഴും ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലും അല്ല. ഇതൊന്നും അവർക്ക് കിട്ടിയത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്താലത്രേ അവർക്കിത് ലഭ്യമായത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച, മരിച്ചവരുടെ ഇടയിൽ നിന്ന്. എന്നെ നിങ്ങളെയൊക്കെ കർത്താവ് സെലക്ട് ചെയ്തത് ചിലതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് അല്ലേ? എന്നെ നിങ്ങളെയൊക്കെ കർത്താവ് തെരഞ്ഞെടുത്തത് ചിലതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന്. അതിൽ നല്ലത് നോക്കി നല്ലത് നോക്കി തെരഞ്ഞെടുത്തതല്ല, ഇടയിൽ നിന്ന് കർത്താവ് തെരഞ്ഞെടുത്തു. സുഹൃത്തെ, നീ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അത് യാദർശികമായിട്ടല്ല, ഈ പറഞ്ഞ വേർഡ് നിന്നോടാണ്. നിന്നെ ചിലതിന്റെ ഇടയിൽ നിന്ന് കർത്താവ് തെരഞ്ഞെടുത്ത, നീ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ, നിങ്ങളാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കർത്താവ് തെരഞ്ഞെടുത്തേ. പുത്രനെ ഉയർപ്പിക്കേണ്ടതിന് സമപ്രായത്തിൽ മരണപ്പെട്ട വേറൊരു യൗവനക്കാരന്റെ നേരെ പോയി പരിശുദ്ധാത്മാവ് ആളുമാറി ഉയർപ്പിച്ചില്ല. പുത്രനിലേക്ക് പോകേണ്ട ശക്തി കല്ലുകൊണ്ട് അടച്ചു വെച്ചു എന്ന് പറഞ്ഞ് തുറന്നു കിടക്കുന്ന കല്ലറയ്ക്കകത്തായിരിക്കും പുത്രൻ എന്ന് പറഞ്ഞ ആള് മാറി തൊട്ടുമില്ല. എന്റെ സെലക്ഷൻ ഒരു റോങ് സെലക്ഷൻ ആയിരുന്നു കർത്താവേ എന്ന് നിങ്ങൾ ദൈവത്തോട് പഴി പറയണ്ട. പുത്രനിലേക്ക് ചെന്നെത്തേണ്ട ശക്തി അത്രയും ഭാരമുള്ള റോമൻ ഇംപീരിയൽ മുദ്രകളാൽ കുത്തിവെച്ച കല്ലിനെ പോലും മറികടന്നുകൊണ്ട് പുത്രന്റെ മേൽ ആ ശക്തി പതിച്ചെങ്കിൽ ഇന്ന് എത്ര ഭാരിച്ച തടസ്സങ്ങളെ ഭേദിച്ചും സ്വർഗമെന്ന് നിന്റെ മേൽ ആ നിഴലിടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിവുള്ളവരുടെ മേൽ, കൃപയുള്ളവരുടെ മേൽ ആ ദൈവിക നിഴൽ ഇന്ന് വരട്ടെ. പ്രൈസ് ടു ജീസസ്. വചനം പറയുന്നു, ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം, ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം. ഹല്ലേലൂയ. പൗലോസിനെയും കർത്താവ് വിളിച്ചത് ഇടയിൽ നിന്നാണ് വിളിച്ചത്. ഒത്തിരി പേരുടെ അകമ്പടിയോടെയാണ് മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങി പൗലോസ് യാത്രയായത്, ശൗൽ യാത്രയായത്. എന്തിനാണ്? ദൈവമക്കളെ തല്ലിച്ചതയ്ക്കാൻ. അതിൻ്റെയും ഇടയിൽ നിന്ന് പൗലോസ് എന്നൊരു വ്യക്തിയെ, പൗലോസ് ആക്കി മാറ്റേണ്ട ഒരു വ്യക്തിയെ സ്വർഗം സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ, ദൈവം ചിലതിന്റെ ഇടയിൽ നിന്ന് താങ്കളെ വേർതിരിച്ചു വിളിച്ചു നിർത്തിയിരിക്കുന്നതും ഇന്ന് താങ്കൾ ഈ കാണുന്ന ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇന്നൊരു പക്ഷേ ദൈവം നിങ്ങളോടൊന്നും വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടാകത്തില്ല. ഇന്ന് നിങ്ങൾക്കൊന്നും അങ്ങോട്ട് മനസ്സിലാക്കിയെടുക്കാൻ, എങ്ങോട്ടാണ് ഈ ജീവിതം പോകുന്നത് എന്ന് പോലും മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാകത്തില്ല. എന്തിനാ ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്തൊരു ജീവിതം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കി. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. ഈ ഒരു സ്വരം മാത്രം കേട്ട ശൗലാണ്.
ഈ ഒരു സ്വരം മാത്രം കേട്ടൊരു വ്യക്തിയാണ്. ദൈവം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ആരെ അറിയിക്കാറില്ല. ദൈവം അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അറിയിച്ചാൽ മനുഷ്യ ബുദ്ധിക്കും ഓർമ്മയ്ക്കും അത് താങ്ങിക്കൂടാ. അതുകൊണ്ടാണ് സന്ദർശനം കൊടുത്ത ശേഷം, സെലക്ഷൻ വീണ ശേഷം, അനുഭവം ഉണ്ടായ ശേഷം പറഞ്ഞത്, നീ എഴുന്നേറ്റ് ചെല്ലേണ്ടടുത്ത് ചെല്ലുക. പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു, നിങ്ങളെ ദൈവം തൊട്ടടുത്ത് കിടക്കരുത്, തൊട്ടടുത്ത് ഇരിക്കരുത്. ആ ദൈവം തൊട്ടതിന്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മൂവ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ട ഒരു മൂവ് ഉണ്ട്. ദൈവത്തിന്റെ മൂവ് അങ്ങനെയാണ് ആരംഭിക്കുക. ദൈവത്തിന്റെ പ്രവർത്തികളും ചലനങ്ങളും അങ്ങനെയാണ് ആരംഭിക്കുക. സെലക്ഷൻ വീണു, ശക്തി വന്നു, അഭിഷേകം പ്രാപിച്ചു. യേശു പിന്നെ ആ യോർദാനിൽ കിടന്നില്ല. ശക്തി പ്രാപിച്ചതിന് ശേഷം യേശു ആ കരയിൽ പിന്നെ ഉണ്ടായതുമില്ല. അവനെ എഴുന്നേറ്റു, യോഹന്നാനാൽ സ്നാനമേറ്റു, കരയിൽ കയറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ആത്മാവ് പ്രാപെന്ന രൂപത്തിൽ ഇറങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെ അവിടെ തന്നെ കെട്ടിക്കിടന്നില്ല. ആത്മാവ് വന്നാൽ പിന്നെ അടുത്ത മൂവിലേക്ക് യേശു മൂവ് ചെയ്യുകയാണ് ചെയ്തത്. പ്രൈസ് ഗോഡ്. ഇന്ന് പ്രാപിച്ച ആദ്യത്തെ അഭിഷേകവും വെച്ച് അവിടെ തന്നെ നിൽക്കുവാണോ? പ്രാപിച്ച ആദ്യത്തെ ശക്തിയും വെച്ച് അവിടെ തന്നെ നിൽക്കുവാണോ? അവിടുന്ന് അടുത്തൊരു ഘട്ടം നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് അടുത്ത ഒരു ഡിസിഷൻ, അവിടുന്ന് അടുത്ത ഒരു സ്റ്റെപ്പ് നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിച്ച താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, ആയിരിക്കുന്ന അളവിൽ വർധനവ് വരുത്തുക. ആയിരിക്കുന്ന അളവിൽ വർധന വരുത്തുക. മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, ഇത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവാണ് താങ്കളോട് പറയുന്നത്. പൗലോസിനോട് പറഞ്ഞ, ശൗലിനോട് പറഞ്ഞ വാക്കതാ, നീ എഴുന്നേറ്റ് പ്രയാണം ചെയ്ത് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. ദൈവം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നീ ആദ്യം എത്തുക. ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. ശൗലിനോട് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതിനു മുന്നേയും ഇനി ഒരു ദൈവശബ്ദം കേൾക്കാൻ പോകുന്നില്ല. പൗലോസ് നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഇനി ഒരു ദൈവശബ്ദം കേൾക്കാൻ പോകുന്നില്ല. ഒന്നും കൂടെ, പൗലോസ് ഇവിടെ വെച്ച് ഞാൻ ദൈവശബ്ദം കേട്ടതല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് വെച്ചും ദമസ്കോസി വെച്ചും ഇനി ഒരു രണ്ടാമത് ദൈവശബ്ദം കേൾക്കാൻ പോകുന്നില്ല. പറഞ്ഞ പട്ടണത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുന്നേയും ഇനി ഒരു ദൈവശബ്ദം കേൾക്കാൻ പോകുന്നില്ല. ഇനി നിനക്ക് കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എത്തിയതിന് ശേഷമാണ്. എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നില്ല, ദൈവം ഇടപെടുന്നില്ല, കർത്താവ് സംസാരിക്കുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് പലരും ദൈവത്തെ കണ്ട മട്ടിൽ കണ്ടെടുത്ത് നിൽക്കുക. അവിടുന്ന് അടുത്തൊരു വളർച്ച നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഇല്ല. പലരും എന്തിനൊക്കെയോ വേണ്ടി, ശബ്ദങ്ങൾക്ക് വേണ്ടി, ഒരു ദൈവശബ്ദത്തിന് വേണ്ടി, ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി അവിടെ തന്നെ നിൽക്കുക. മീൻസ് ഇപ്പോ ശൗലിനെ ദമസ്കോസിൽ വെച്ച് സന്ദർശനം ഉണ്ടായി, അവിടെ തന്നെ ശൗലിൽ നിന്ന് എങ്ങനെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക. പക്ഷെ ശൗല, ദൈവം നിന്നോട് പറഞ്ഞു, നീ അവിടുന്ന് യാത്ര ചെയ്ത് പട്ടണത്തിൽ ചെല്ലുക, അവിടെ വെച്ച് നീ ചെയ്യേണ്ട കാര്യം നിന്നോട് ഞാൻ പറയും. അതിനകത്ത് വേറെ വെള്ളം ചേർക്കാൻ ആളില്ല. അപ്പൊ പലരും ഇപ്പോഴും ദൈവശബ്ദമെന്നും ഇപ്പോഴും ഇടപെടലെന്നും ഇപ്പോഴും ഒരു ഇതുണ്ടാകട്ടെ എന്നും ആ ഒരു ശൈശവാവസ്ഥയിൽ നിൽക്കുന്നിടത്തോളം കാലം പൗലോസ് എന്നൊരു വ്യക്തിത്വത്തിലൂടെ ദൈവത്തിന് ചെയ്യേണ്ട കാര്യം ചെയ്യാനൊക്കത്തില്ല. വളർച്ച ഉണ്ടാകട്ടെ. പൗലോസ്, നീ ഒരു മനുഷ്യനാണെങ്കിൽ നിനക്ക് അത്രയും ഇത് മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ നീ ആത്മാവിൽ ആരംഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ദൈവത്തിന് അസാധാരണമായ. അതിനുശേഷം പിന്നെ പൗലോസിനോട് പറച്ചിലുകളായിരുന്നു. ദൈവത്തിന്റെ ഒരു പരമ്പര തന്നെ അങ്ങ് തുടരുമായിരുന്നു. കർത്താവ് സംസാരിച്ച് ചെയ്യാനുള്ള കാര്യം, എങ്ങനെ പോകണം, എവിടെ പോകണം, ഏത് ചെയ്യണം, എങ്ങനെ ഒരു ഹെവൻലി വിസ്ഡം നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു യാത്ര തന്നെയായിരിക്കും. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല, ഇത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുത്രനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന് എന്നിലും നിന്നിലും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ എഴുന്നേറ്റ് ചെല്ലേണ്ടടുത്തേക്ക് ചെല്ലണം. ആർ യു റെഡി? ഞാൻ ചെല്ലേണ്ടടുത്ത്, ഞാൻ എത്തേണ്ടടുത്ത് എത്തണം. എല്ലാവരുടെയും വിചാരം
ഞാൻ ഇങ്ങനെ അങ്ങ് ഇരുന്നാ മതി, ദൈവം വന്ന് എല്ലാം അങ്ങ് കൊടയും. ദൈവം കൊടയും, അതെന്നെയാണെന്ന് മാത്രം. എൻ്റെ ഭാഗത്ത് നിന്നൊരു പാർട്ട്ണർഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. ഡെഫിനറ്റ്ലി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൗഖ്യമാക്കാൻ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് മനുഷ്യനിലൂടെ ചെയ്യുന്നതാണ് ഇഷ്ടം. ദൈവത്തിന് മനുഷ്യനിലൂടെ ചെയ്യുന്നതാണ് ഇഷ്ടം. നിന്നെ എൻ്റെ ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് നിന്നെ ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തത്. നിങ്ങളെക്കാൾ മുതിർന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളെക്കാൾ ഇളയ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത്? നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ടാവാം. എന്തുകൊണ്ടാണ് താങ്കളെ ദൈവം തിരഞ്ഞെടുത്തേ? എന്തുകൊണ്ടാണ് താങ്കളോടുകൂടെ ഒരു വ്യക്തിയെ കൂടെ ദൈവം തിരഞ്ഞെടുക്കാത്ത? ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തതാ. ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തതാ. നീ സത്യം എന്ന് അറിയണം. ദൈവം നിന്നോട് പറയാ, ഞാൻ പറഞ്ഞെടുത്തേക്ക് നീ പോകാം. നീ ആത്മാവിൽ ആരംഭിച്ചു, പക്ഷെ ഇപ്പൊ നീ ജഡത്തിലാണ് നിൽക്കുന്നത്. നീ ആത്മാവിൽ ആരംഭിച്ച ഒരു വ്യക്തിയാ, പക്ഷെ നീ ഇന്ന് ജഡത്തിലായിപ്പോയി. അവിടുന്ന് പിന്നെ സ്പിരിറ്റ് വർക്ക് ചെയ്യില്ല മോളെ. അവിടുന്ന് പിന്നെ സ്പിരിറ്റ് വർക്ക് ചെയ്യില്ല മോനെ. നീ ആത്മാവിൽ ആരംഭിച്ച് അതിനകത്ത് വെള്ളം ചേർക്കാൻ നിൽക്കരുത്. സ്പിരിച്വൽ ലൈഫിൽ വെള്ളം ചേർക്കാൻ നിൽക്കരുത്. സ്തോത്രം. അതിനകത്ത് മാത്രമാണ് വർക്കാവാത്തത്. ബാക്കി എവിടെയും നമുക്ക് വെള്ളം ചേർത്തൊക്കെ നമുക്ക് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചേർക്കും. ഈ സ്പിരിച്വൽ ലൈഫിൽ വെള്ളം ചേർത്താൽ അവൻ അവന്റെ തലയ്ക്ക് ആസിഡ് ഒഴിക്കുന്നതിന് സമമാണ്. സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുക. നിങ്ങളുടെ ആത്മീയ ജീവിതം നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുക, വളരെ സീരിയസ് ആയിട്ട് കാണുക. കാരണം തീക്കൊള്ളി കൊണ്ട് കണ്ണ് ചൊറിയുന്നതിന് സമമാണ് സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ വെള്ളം ചേർത്താൽ. നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, പൗലോസ് ഇത്ര ശക്തമായി ഗലാത്യർക്ക് ലേഖനം എഴുതുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അവരാത്മാവിലാണ് ഈ ചെയ്യുന്നതും ദൈവത്താലാണെന്നൊക്കെയുള്ള രീതിയിൽ അവരങ്ങ് ഒഴുകിപ്പോകുന്നു. എവിടെയോ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഒഴുകിപ്പോകുന്നു. കുഞ്ഞ ഒഴുകാൻ വരട്ടെ. ഒഴുകിപ്പോകുന്നി. ഒഴുകാൻ വേണ്ടി നിന്നു കൊടുത്താൽ പിന്നെ നിന്റെ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല. ഒഴുക്ക് നിന്നെ ഒഴുകിൻ്റെ എടുത്തോണ്ട് ഒഴുക്കിൻ്റെ നിലയ്ക്ക് എടുത്തോണ്ട് പോകും. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ ജീവിതം അവസാനിപ്പിക്കരുത്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല. ദൈവം ആത്മാവ് കൊണ്ടാ പുത്രനെ ഉയർപ്പിച്ച്. ആത്മാവാകുന്ന പുത്രനായി ഇന്ന് എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത്, എൻ്റെ സ്പിരിറ്റിലിരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്. അവിടെ ജഡം കൊണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. ജഡത്തിലെ ജീവിതം, ജഡത്തിലെ പ്രാർത്ഥന, ജഡത്തിലെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിലോ നിങ്ങൾ അവസാനിപ്പിക്കുന്നു. വളരെ ഇന്നലെ പറഞ്ഞ വചനം പോലെ ഏലിയാവിനോട് യഹോവയായ ദൈവം ചോദിച്ച പോലെ, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ച പോലെയാ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിലാണോ നീ അവസാനിപ്പിക്കുന്നത് എന്ന് ദൈവം മുഖാമുഖമായി എന്നോട് ചോദിച്ചാൽ, അയ്യോ എൻ്റെ കാതുകളിൽ ആ ശബ്ദം കേട്ടുപോയാൽ മറുപടിക്ക് ഞാൻ ഉണ്ടാകത്തില്ല. അത് ഞാൻ പറഞ്ഞ പോലെ അന്നേരമേ ദഹിച്ചു പോകുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മുടെ ഈ പണ്ട് ഈ എക്സാമിനൊക്കെ നമ്മൾ കോപ്പി അടിച്ചെഴുതുന്ന ശീലം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന തന്നെ ടീച്ചർ കാണത്തില്ല, ഭയങ്കര സിമ്പിളനായിട്ടിരുന്ന് ഒന്നുകിൽ അപ്പുറത്തവൻ്റെ നോക്കി എഴുതും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തുണ്ട് കട്ട് ചെയ്തുകൊണ്ടൊക്കെ പോകും. അയ്യോ നിങ്ങളാരും ചെയ്തിട്ടില്ലെങ്കിൽ വിട്ടേക്ക്, ഞാൻ ചെയ്ത കാര്യം പറയുക, ചെയ്താട്ടെ. അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന്, അതല്ല ഞാൻ പറയുന്നത്, അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് കർത്താവ് കൊണ്ടുവന്നേ. ഓക്കെ, അപ്പം നമ്മുടെ വിചാരം എന്നാ, സാറ് കാണുന്നില്ല, ടീച്ചർ കാണുന്നില്ല എന്നുള്ള രീതിക്ക് വെച്ച് കാച്ചും. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് എങ്ങാനും ആ തുണ്ട് പൊക്കിയേച്ച് എഴുന്നേക്കടോ അവിടുന്ന് എന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ ആരും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീസൻ്റായിട്ട് ഹൈഡ് ചെയ്തൊക്കെ വെച്ച് എഴുതുന്ന സാധനം അത് പിടിച്ചങ്ങോട്ട് മേടിച്ചിട്ട് എഴുന്നേക്കടോ അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞു പോയാൽ, കുഞ്ഞ് എത്ര പേരാ ക്ലാസ്സിലുണ്ട് നമ്മുടെ സമപ്രായക്കാർ, അവരുടെ എല്ലാം മുന്നേ വളരെ സിമ്പിളനായിരുന്നിട്ട് എഴുന്നേക്കും. നമ്മുടെ ഉള്ളിൽ വരുന്നൊരു വികാരമുണ്ട്, ഈ ത്വക്കിൽ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവമുണ്ട്. തൊലി പൊളിഞ്ഞു പോകാന്ന് പറയും. വല്ലാത്ത ഒരു ചൂടി കള്ളം കണ്ടുപിടിക്കുന്ന സമയത്തുള്ളൊരു വല്ലാത്തൊരു ഇമോഷനുണ്ട്. ആ അവസ്ഥ
ഇതുപോലെയാണ് കർത്താവ് നമ്മുടെ കാതിൽ ഈ ചോദ്യം ചോദിച്ചു പോകുന്നത് ഞാൻ കേട്ടുപോയാലുള്ള എൻ്റെ അവസ്ഥ. നിന്ന് കത്തും. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലാണോ നീ അവസാനിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം. എത്രയോ ദൈവിക സന്ദർശനങ്ങൾ കൊണ്ട് എത്രയോ പേർ തിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നു. അവരുടെയൊക്കെ അനുഭവം ചോദിച്ച ഇതൊക്കെ തന്നെയാണ് അനുഭവം. കർത്താവിനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്ന് കരയും. അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കർത്താവിനെ കണ്ടാൽ ആർക്കും അയ്യോ ദൈവമേ, ആ ബാങ്കിൽ ഇത്ര രൂപ ലോണ്, ജപ്തി, വീട്, പലിശക്കടം, അത് ഇത്, കൊച്ചിൻ്റെ ഭാവി, വിസ, വണ്ടി, വള്ളം, ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു സന്ദർശനം കർത്താവ് എനിക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ആ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ ആരാണെന്ന് ആദ്യം മനസ്സിലാവും, കർത്താവ് ആരാണെന്ന് മനസ്സിലാവും, എൻ്റെ ഭാഗ്യം എന്താണെന്ന് മനസ്സിലാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത്ര വിശുദ്ധിയോടെ ഉള്ള കർത്താവ്, അത്ര സ്നേഹസ്വരൂപനായ കർത്താവ്. നമ്മൾ പറയുന്ന പോലെ ഈ കണ്ണും ഉരുട്ടി മീശയും പിരിച്ചിരിക്കുന്ന കർത്താവൊന്നും അല്ല. കർത്താവിൻ്റെ കണ്ണ് അങ്ങനെ അഗ്നിജ്വാലയ്ക്കകത്തുള്ള കണ്ണ്, അതൊന്നും അല്ല നമ്മളെ കർത്താവ് കാണിക്കുന്നത്. അതൊന്നും അല്ല കാണിക്കുന്നത്. ഇപ്പം നിങ്ങളെ ഞാൻ കണ്ണുരുട്ടിയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാനൊരു മനുഷ്യനായിട്ടല്ലേ നിൽക്കുന്നത്. സെയിം വേ എന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ എന്നെ പേടിപ്പിക്കുന്ന ദൈവമല്ല. ആണോ? അല്ലല്ല, ഞാനങ്ങനെ വിശ്വസിക്കത്തില്ല. എന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ, എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ദൈവമാണോ? ദൈവം വലിയ ഭയങ്കരനാന്ന് അറിയിക്കേണ്ട അങ്ങനെ വരുന്ന ദൈവമാണോ? മാറട്ടെ, മൈൻഡ് സെറ്റ് മാറട്ടെ. കണ്ടവർ പേടിച്ചു, സ്വരം കേട്ടവരാ പേടിച്ചത്. പക്ഷെ ഞാൻ എന്താണ്, ഞാൻ എത്ര ഉള്ളൂ, ഇതൊക്കെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമാണ്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലും അല്ല, ഇത് ആത്മാവിനാൽ നടക്കുന്നതാണ്. എൻ്റെ അടുത്തേക്ക് വന്ന് ആ മുഖം കണ്ടാൽ, ആ സ്നേഹം എന്ന വാക്കിൻ്റെ പൂർണ്ണതയിൽ വരച്ചു വെച്ചിരിക്കുന്ന അരുമനാഥനെ കണ്ടാൽ കരയാനും പാപബോധത്തോടെ ആ കാൽക്കൽ വീഴാനും മേലിൽ ഞാൻ പാപം ചെയ്യത്തില്ല കർത്താവേ എന്ന് പറയാനും മാത്രമേ എനിക്കും നിങ്ങൾക്കും കഴിയൂ. അത്രേ കഴിയൂ. അതിനപ്പുറമായിട്ടൊന്നും നമുക്ക് കഴിയത്തില്ല. ശലോമോനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടേ? ചോദിച്ചോ. രാജ്യം ഭരിക്കാൻ എന്നാ വേണ്ടേ? ഡോളർ വേണോ? ആയുധം വേണോ? ആൾക്കാരെ വേണോ? സ്വർണം വേണോ? വജ്രം വേണോ? എന്നാ വേണ്ടേ? പറഞ്ഞ എന്നാന്നറിയാവോ? ഒന്നും വേണ്ടപ്പാ, ഒന്നും വേണ്ട. ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം. ഇതെന്തുകൊണ്ടാ രാജാവേ? അങ്ങേക്ക് പർച്ചേസ് ചെയ്താൽ പോരെ? അദ്ദേഹത്തിന് അങ്ങേക്ക് വായിച്ചാൽ പോരെ? കാര്യങ്ങൾ വായിച്ചാൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ പോരെ? എന്തുകൊണ്ടാ ഇത് അവിടെ ചോദിച്ചേ? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലും അല്ലാത്ത ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ടപ്പ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ലാത്ത ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എല്ലാം ഗൂഗിളിൽ നിന്ന് കിട്ടത്തില്ല, എല്ലാം വായനയിൽ നിന്ന് കിട്ടത്തില്ല. ഇത് രണ്ടും ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവിടെ ചോദിച്ചതുപോലെ അവിടത്തേക്ക് മാത്രം പകരാൻ കഴിയുന്ന ചിലതുണ്ട്. അത് മാത്രമാണ് ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ എന്നെ അവസാനിപ്പിക്കാൻ പ്രാപ്തനാക്കുന്നത്. നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കാൻ, ആ ഒരു സ്പർശനം സ്വീകരിക്കാൻ നമ്മൾ ഈ സത്യമൊക്കെ മനസ്സിലാക്കണ്ടേ? ഇന്ന് രാത്രിയിൽ ആ കർത്താവിൻ്റെ മുഖം ഒന്ന് എൻ്റെ മുമ്പിൽ ഒന്ന് കർത്താവ് കാണിച്ചാൽ, ഹെഡ് വെയിറ്റ് ഇല്ലാതെ കർത്താവ് തേടി വന്ന വിശുദ്ധൻ ഞാൻ തന്നെയാണ് എന്ന് പറയാതെ, ഞാൻ പുള്ളിയെ പോലല്ല കേട്ടോ എന്ന് വാദിക്കാതെ, ഒന്ന് നിഷ്കളങ്കമായിട്ടൊന്ന് വിട്ടുകൊടുക്കാനും ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനും, ആ യേശുവിൻ്റെ കാലിലൊന്ന് വീഴാനും, മറയുന്നതിന് മുന്നേ ഒരു ഇമ്പാർട്ടേഷൻ അങ്ങേ പോലെ ആകാൻ എനിക്ക് തരണേന്നൊന്ന് ചോദിക്കാനും, അതോ ഞാൻ എല്ലാം തികഞ്ഞവനാന്ന് പറയുമോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു മനസ്സുള്ളവനെ എൻ്റെ യേശുവിന് വേണം.
കുഞ്ഞ്, നിനക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ ആരും നിൽക്കത്തില്ല. നിന്റെ മുന്നിൽ ആരും നിൽക്കത്തില്ല. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ, എല്ലാ വഴിയും ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ആരും നിൽക്കത്തില്ല. ഒരു സൈന്യം മുഴുവനും നിന്റെ നേരെ എഴുന്നേറ്റ് വന്നാലും, പാളയം ഇറങ്ങിയാലും, പാളയവും സൈന്യവും ഒക്കെ അവിടെ തന്നെ കാണും. ഇടയിൽ നിന്ന് വിളിച്ച നിനക്ക് പോം വഴി ദൈവം ഉണ്ടാക്കും, പോക്കുവഴി ദൈവം ഉണ്ടാക്കും. ഇന്ന് ഈ വചനത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ മനസ്സുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് തൊടുന്നു. ഈ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ മനസ്സുള്ളവരെ പരിശുദ്ധാത്മാവ് തൊടുന്നു. എനിക്ക് ആ സന്ദർശനം തരാൻ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നട്ടെ പിതാവേ. ഷാൽബ്രഹാസി, ഞാൻ ആ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഞാൻ ജഡത്തിൽ അവസാനിപ്പിച്ച അവസ്ഥകളുണ്ടെങ്കിൽ, ഞാൻ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ ആശ്രയിച്ചു പോയ അവസ്ഥകളുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ വീണുപോയ അവസ്ഥകളുണ്ടെങ്കിൽ, എൻ്റെ ചോദ്യം ഇതാണ്: ശിഷ്യന്മാരെ വീഴ്ത്തിയ സാത്താനെ യേശുവിനെ എന്തുകൊണ്ട് വീഴ്ത്താൻ കഴിഞ്ഞില്ല? എത്ര അറ്റംപ്റ്റാണ് യേശുവിനെ നേരെ നടത്തിയത്. അതെൻ്റെ സാഹചര്യം അതായിരുന്നു, എൻ്റെ അവസ്ഥ അതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു യേശുവിനെ വീഴ്ത്താൻ വേണ്ടിയും. ഇതെനിക്കൊരു മാതൃകയല്ല. എൻ്റെ മാതൃകാ പുരുഷൻ എൻ്റെ യേശുവാണ്. മേലിൽ പാപം ചെയ്യരുതെന്ന ആ സ്ത്രീയോട് യേശു പറഞ്ഞു വിടുന്നതിൻ്റെ പിന്നിൽ അവളുടെ ശരീരത്തിൻ്റെ അവസ്ഥകളെയും ഹോർമോൺസിന്റെ ചേഞ്ചസിനെയും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിത്വത്തെ അല്ല ഞാൻ അവിടെ കാണുന്നത്. നീ മേലിൽ പാപം ചെയ്യരുത് എന്ന് യേശു പാപിനിയായ സ്ത്രീയോട് പറഞ്ഞു വിടുമ്പോൾ അവളുടെ സാഹചര്യങ്ങളെയും അവളുടെ അവസ്ഥകളെയും അവളുടെ ഇല്ലായ്മകളെയും മനസ്സിലാക്കാത്ത ഒരു യേശുവിനെ അല്ല ഞാൻ അവിടെ കാണുന്നത്. പിന്നെയോ, ആത്മാവിൽ നിനക്ക് ഇനിയും ആരംഭിക്കാൻ കഴിയുമെന്നും ഇനിയും നിനക്ക് ആത്മാവിൽ ജീവിക്കാൻ കഴിയുമെന്നും, അല്ലെങ്കിൽ ഇന്നു മുതൽ നിനക്ക് ആത്മാവിൽ നിനക്ക് തുടങ്ങാൻ കഴിയുമെന്നും, എന്നാൽ നിന്റെ അവസാനം ആത്മാവിൽ തന്നെ ആയിരിക്കുമെന്നും കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ കാണുന്നത്. അവിടെ ഹോർമോൺസ് എന്നോ പ്രായമെന്നോ സാഹചര്യമെന്നോ ഒന്നും അവിടെ എക്സ്ക്യൂസ് പറഞ്ഞ് കർത്താവിൻ്റെ ആ വചനത്തെ അമെൻഡ് ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ആ സ്നേഹത്തിന്റെ മുഖത്തേക്ക് ഇന്ന് നിങ്ങൾക്ക് നോക്കാൻ ഒരു അവസരം പരിശുദ്ധാത്മാവ് തരുന്നു. ആ സ്നേഹ സ്വരൂപന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു അവസരം പരിശുദ്ധാത്മാവ് തരുന്നു. എന്നെ ഇന്ന് കർത്താവ് സ്പർശിക്കുമെങ്കിൽ അത് ആ സ്നേഹകരം കൊണ്ടുള്ളൊരു സ്പർശനമായിരിക്കും. ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ല. നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവിടുന്ന് ദൈവമെന്നും നീ ഒരു സാധാ മനുഷ്യനെന്നും പറഞ്ഞ് തരം താഴ്ത്തുന്ന ഒരു ദൈവമല്ല. ഇനി നിനക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ, ഇനി നിനക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർശനമായിരിക്കും. ഹോളി സ്പിരിറ്റ് അതിനായി നിങ്ങളുടെ അധരങ്ങളൊന്ന് നിങ്ങൾ തുറന്ന് യേശുവേ എന്നൊന്ന് നിങ്ങൾ വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്നെ സന്ദർശിക്കണമേ എന്നൊന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട്, കുഞ്ഞെ, ഇന്നത്തെ മെസ്സേജിൽ നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നില്ലെങ്കിലും നിന്റെ ആത്മീയ നിലവാരത്തിന് വ്യത്യാസം വരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ ഘടത്തിന് വ്യത്യാസം വന്നില്ലേലും വിഷയങ്ങൾക്ക് വിടുതൽ ലഭിച്ചില്ലേലും എന്റെ ആത്മാവിനൊരു വിടുതൽ, എന്റെ പ്രാണനൊരു വിടുതൽ,
എൻ്റെ ചിന്തകൾക്കൊരു വിടുതൽ ലഭിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഓ ആ ദിവ്യ ശക്തി എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം അവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു. വലിച്ചെറിയ നിന്റെ എല്ലാ ഭാരിച്ച ചിന്തകളും, എല്ലാ ഓവർ തിങ്കിങ് യേശുവിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ഓവർ തിങ്കിങ് കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. അതിനുവേണ്ടി നിന്നെ ട്രാപ്പ് ചെയ്യുന്ന എല്ലാ ഡിമണിനോട് ഞാൻ കൽപ്പിക്കുന്നു, പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. എല്ലാവരും ആരും മൗനമായിട്ടിരിക്കരുത്. നിന്നെ ശക്തീകരിക്കുന്ന ഒരു ശക്തി അവിടെ ഉണ്ട്. നിന്നെ ശക്തീകരിക്കുന്ന ഒരു കരം അവിടെ ഉണ്ട്. നിന്നെ മനസ്സിലാക്കുന്ന ഒരു മനസ്സ് അവിടെ ഉണ്ട്. നിന്നെ കാണുന്ന കണ്ണുകൾ അവിടെ ഉണ്ട്. ബോധ്യം ഉണ്ടാവട്ടെ. എന്നെ ഭൂമി കുലുക്കിയെ കർത്താവ് തൊടുവോളുന്ന ആരും വിധിക്കല്ല. ഈ സ്പർശനം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ മനുഷ്യന് ഒരു റോളും ഇല്ല. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടെത്തിക്കാനേ അപ്പനും അമ്മയ്ക്കും കഴിയൂ. പഠിക്കേണ്ടത് കുഞ്ഞിന്റെ കടമയാണ്. ഒരു ഭയങ്കര ഡിവൈൻ പവർ നമ്മുടെ മധ്യത്തിലുണ്ട് ദൈവമക്കളെ. ഭയങ്കര ഡിവൈൻ പവർ, സാധാരണമായ ഗ്ലോറിയസ് പവർ. സ്പിരിറ്റ് ഓഫ് ഗാഡ് അബാജാശാന്തുനി. ഹല്ലേലൂയ. ടച്ച് ദ നെയിം ഓഫ് ദി ലോർഡ്. യേശുവിന്റെ ആത്മാവെ തൊടണമേ ഈ ജനത്തെ. തൊടുക പിതാവേ. സെക്കൻഡിൽ സ്പർശനം ഇവർ അനുഭവിക്കട്ടെ, ഹീലിംഗ് ഇവർ അനുഭവിക്കട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. കം ഓൺ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആ സ്വർഗത്തിന്റെ സ്നേഹ സ്വരൂപം കാണുവാൻ കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ സ്പിരിറ്റ് ഐസ് യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആക്കി തരണമേ പിതാവേ. യേശുവിന്റെ ആത്മാവ് നിന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തി. അതെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുത്രനിലേക്ക് പ്രവേശിച്ച ദിവ്യ ശക്തി, പുത്രന്റെ നാമത്തിൽ എന്നിലേക്ക് പ്രവേശിക്കുന്ന ഒരു ടൈമാണിത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഈ സെക്കൻഡിൽ ആ സ്പർശനം ജനത്തിന്റെ മേലുണ്ടാകട്ടെ. ഈ സെക്കൻഡിൽ ആ സ്പർശനം ജനത്തിന്റെ മേലുണ്ടാകട്ടെ. ഈ സെക്കൻഡിൽ ആ സ്പർശനം ജനത്തിന്റെ മേലുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോളി സ്പിരിറ്റ്. പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് ഇവരെ ഇന്ന് സ്പർശിച്ചിരിക്കാൻ സ്തോത്രം. അവിടുന്ന് ആഴമേറിയ സ്നേഹത്തിന്റെ സ്പർശനം ഈ ജനത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം പിതാവ് സഹായിച്ചതിനായി നന്ദി. ഞങ്ങളെല്ലാം മഹത്വം അങ്ങേക്ക് നൽകുന്നു. ഒരു രൂപാന്തരവും മാനസാന്തരവും കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ അതിനായി അങ്ങ് നൽകിയ വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം വലിയ കാര്യങ്ങൾ ഇന്നും നമ്മുടെ മധ്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന പ്രെയർ ലൈൻ നമ്പർ ഇതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ ഞങ്ങളെ ഈ നമ്പറിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുകയും ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ
6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമ്മുടെ ഈ മീറ്റിംഗ് ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. അനേകരെ പരിശുദ്ധാത്മാവ് വിടുവിക്കാൻ തക്കവണ്ണം അങ്ങനെ ഒരു ഫിസിക്കൽ ചർച്ച് പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യട്ടെ എന്ന് ഞാൻ ആഴമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും അക്കാര്യത്തിൽ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ മീറ്റിങ്ങിൽ നിങ്ങൾ പലരും അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ മീറ്റിങ്ങിലൂടെ നടക്കുന്ന അനേക ദൈവപ്രവർത്തികൾ നിങ്ങൾ ഞങ്ങളുടെ ഈ നമ്പറിൽ സന്ദേശങ്ങളിലൂടെ നിങ്ങൾ അറിയിച്ചാൽ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ കരുത്തേകും. ഓരോ ദിവസവും നിങ്ങളെ ശുശ്രൂഷിക്കാൻ അധികം അതൊരു പ്രചോദനമായിരിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.